സിനിമാ വിഷയത്തിൽ ആന്റണി പെരുമ്പാവൂരിന് മറുപടിയുമായി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. സംഘടനാ കാര്യങ്ങൾ ജി സുരേഷ് കുമാർ പരസ്യമായി പറഞ്ഞത് ഭരണസമിതി എടുത്ത തീരുമാനപ്രകാരമാണെന്ന് അസോസിയേഷൻ വ്യക്തമാക്കി. സംഘടനകളെടുത്ത തീരുമാനമാണ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. പ്രസിഡന്റ് ആന്റോ ജോസഫ് അവധിയിലായതിനാൽ ചുമതല വൈസ് പ്രസിഡന്റുമാർക്ക് നൽകിയിട്ടുണ്ട്. ബീന റാണി ചേരുന്നു വിവരങ്ങളുമായി. ബീന, എന്താണ് വിവരങ്ങൾ? വീണ, ഇക്കഴിഞ്ഞ ദിവസമാണ് സിനിമാ മേഖല നേരിടുന്ന പ്രതിസന്ധികൾ ചൂണ്ടിക്കാട്ടി ജൂൺ 1 മുതൽ സിനിമാ വ്യവസായം ഒരു സ്തംഭനത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഒരു സമരത്തിലേക്ക് പോകുന്നു എന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ജി സുരേഷ് കുമാർ മാധ്യമങ്ങളെ അറിയിച്ചത്. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് നിർമ്മാതാവും ആശീർവാദ് സിനിമാസിന്റെ ഉടമയുമായ ആന്റണി പെരുമ്പാവൂർ രംഗത്ത് വന്നിരുന്നു. ഇത്തരത്തിലൊരു തീരുമാനം കൈക്കൊണ്ടത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ പൂർണ്ണമായ പിന്തുണയോടെ അല്ലെന്നും, മറിച്ച് പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിലാണ് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയതെന്നും മറ്റും ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ ആന്റണി പെരുമ്പാവൂർ രംഗത്ത് വന്നത്. അതിന് കൃത്യമായും വ്യക്തമായുമായ മറുപടിയാണ് ഇപ്പോൾ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയിലെ സംഘടനകളായ ഫിലിം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ തുടങ്ങിയ സംഘടനകളുടെ ഒരു സംയുക്ത യോഗം ചേർന്നതിന് ശേഷമാണ് ജൂൺ 1 മുതൽ ഇത്തരത്തിലൊരു സമരത്തിലേക്ക് നീങ്ങാൻ തീരുമാനിച്ചതെന്ന് കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇപ്പോൾ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. അതായത് സംയുക്തമായ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു പ്രസ്താവന പുറത്തിറക്കിയത് എന്നാണ് അവർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. പ്രതിഫലവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, താരങ്ങളുടെ പ്രതിഫലവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അനാവശ്യ ചെലവുകൾ എന്നിവ നിയന്ത്രിക്കുന്നതിനായി ഒരു സഹായം അഭ്യർത്ഥിച്ച് അസോസിയേഷൻ അമ്മ സംഘടനയെ സമീപിച്ചിരുന്നു. എന്നാൽ അമ്മ സംഘടനയിൽ ഇപ്പോൾ അഡ്ഹോക് കമ്മിറ്റി മാത്രമാണ് ഉള്ളത് എന്നതിനാൽ ഇപ്പോൾ അക്കാര്യത്തിൽ തീരുമാനം എടുക്കാൻ അഡ്ഹോക് കമ്മിറ്റിക്ക് അധികാരമില്ല. ജനറൽ ബോഡിക്ക് ശേഷം മാത്രമേ ഒരു അനുകൂല മറുപടി നൽകാൻ കഴിയുകയുള്ളൂ എന്ന് താരസംഘടന അറിയിച്ചതിനെ തുടർന്നാണ് അമ്മ സംഘടനയെ ഒഴിവാക്കി ബാക്കി സംഘടനകൾ യോഗം ചേർന്ന് ഇത്തരത്തിൽ സമരത്തിലേക്ക് പോകുന്നതും പണിമുടക്കിലേക്ക് പോകുന്നതുമായ ഒരു തീരുമാനം കൈക്കൊണ്ടതെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആന്റോ ജോസഫാണ്. എന്നാൽ അദ്ദേഹം ചലച്ചിത്രങ്ങളുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളിൽ പോയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ വൈസ് പ്രസിഡന്റുമാർക്ക് തീരുമാനമെടുക്കാനുള്ള അധികാരം നൽകിയിട്ടുണ്ടെന്നും പ്രസ്താവനയിൽ പറയുന്നു. താൽക്കാലിക ലീവിനുള്ള അപേക്ഷ പ്രസിഡന്റ് നൽകിയിരുന്നു. തുടർന്നാണ് വൈസ് പ്രസിഡന്റുമാരായ ജി സുരേഷ് കുമാർ, സിയാസ് തോക്കർ എന്നീ മുതിർന്ന നിർമ്മാതാക്കൾ ഈ സംഘടനാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചുമതല ഏറ്റെടുക്കുന്നതും ഇത്തരത്തിൽ മാധ്യമങ്ങളോട് വാർത്താ സമ്മേളനത്തിൽ സമരത്തിനെ സംബന്ധിച്ച് സംസാരിക്കുകയും ചെയ്തതാണ്. ഇത്തരത്തിലൊരു പ്രസ്താവന ഇല്ലെങ്കിൽ വാർത്താ സമ്മേളനം നടത്തിയ വൈസ് പ്രസിഡന്റ്, അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റായ ജി സുരേഷ് കുമാറിനെ ഒറ്റപ്പെടുത്താൻ അനുവദിക്കില്ല, സംഘടന മായി എടുത്ത തീരുമാനമാണ് എന്ന് അസോസിയേഷൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നുണ്ട്. ആന്റണി പെരുമ്പാവൂർ പല മീറ്റിങ്ങുകളിലും പങ്കെടുക്കാറില്ല. എന്നിട്ട് പങ്കെടുക്കാത്തതിന് ശേഷവും വിമർശനങ്ങളുമായി രംഗത്ത് വന്നത് അനുചിതമാണെന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. എന്തായാലും സംഘടനയ്ക്കെതിരെയും വ്യക്തിപരവുമായുള്ള നീക്കങ്ങൾ പ്രതിരോധിക്കാൻ തന്നെയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഇപ്പോഴത്തെ തീരുമാനം എന്നും അസോസിയേഷൻ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ കൃത്യമായി വ്യക്തമാക്കുന്നുണ്ട്. ശരി ബീന.